ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ദോശമാവ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ദോശമാവിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നും പച്ചരിയുമാണേ. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാമേ. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വല്ല വിചിത്ര വസ്തുവാണോ അതോ അയ്യത്തങ്ങാൻ ഈ പെണ്ണ് പിറകിക്കൊണ്ട് വന്ന ആക്രിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. സ്വാഭാവികം. എങ്കിൽ ഇതാണ് അരി അളക്കുന്ന നാഴി അഥവാ പോണി. ഇതിലാണ് 35 വർഷമായി ഈ വീട്ടിലെ ഒരാളെ അരി അളക്കുന്നത്. ഇനി എൻ്റെ വീട്ടിലാണെങ്കിലും ഇതിൻ്റെ വേറൊരു വേർഷൻ കൂടി ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ അമ്മ പുതിയത് സംഘടിപ്പിക്കാറുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ ടിന്നില്ലേ, അതാണ് എൻ്റെ വീട്ടിലെ പോണി. അതവിടെ നിൽക്കട്ടെ, ദോശയിലേക്ക് വരാം. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോ മാഷ് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ദോശയുടെ മാവ് സെറ്റാക്കാൻ പച്ചരിയും ഉഴുതും തമ്മിലുള്ള അനുപാതം കൃത്യമായിരിക്കണം. 2 പോണി പച്ചരിക്ക് 1/2 പോണി ഉഴുന്ന്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ദോശ ഒന്നുകിൽ കല്ലിലൊട്ടിയിരിക്കും, അല്ലെങ്കിൽ ദോശ കല്ലുപോലെ ഇരിക്കും. നമ്മളിവിടെ 2 പോണി പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉഴുന്ന് 1/2 പോണി മതി. പച്ചരി റേഷൻ കടയിലായതുകൊണ്ട് ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കുടിയേറിപ്പാർത്ത കുറച്ച് അഭയാർത്ഥികൾ ലോറിയിൽ കയറി പലായനം ചെയ്ത് ഒടുവിലെൻ്റെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. സംഭവം പച്ചരിയിൽ കിടക്കുന്ന ഒരുതരം വണ്ടാണ് കേട്ടോ. വെയിലത്ത് വെച്ച് അവ തനിയെ ഇറങ്ങിപ്പോക്കോളും. വണ്ടിനെയൊക്കെ നുള്ളിപ്പറക്കി കളഞ്ഞ് ഇനി നമുക്ക് അരിയും ഉഴുന്നും കഴുകി കുതിരാൻ വെക്കാം. ഇനി വൈകിട്ടാണ് കേട്ടോ നമ്മളിത് അരയ്ക്കുന്നത്. ഒരു ജാറെടുത്ത് നന്നായി കുതിർന്ന അരിയും ഉഴുന്നും 1 തവി ചോറും ഒരു ഇച്ചിരി സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരിക്കുന്നത് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ദോശമാവ് ഒരുപാട് വെള്ളം പോലെയും ആവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഈ ഒരു പരുവമായിരിക്കണം. എല്ലാവരും ഇങ്ങനെയാണ് ദോശമാവ് സെറ്റാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം എനിക്ക് ഇതുപോലെ ചെയ്തപ്പോഴാണ് പെർഫെക്റ്റ് ദോശ കിട്ടിയത്. രാവിലെ ഞാൻ അടുക്കളയിൽ കയറുന്നതിന് മുന്നേ ഗീതമ്മ ദോശ ചുട്ട് എടുക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് മാവ് പൊന്തി വന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, ദോശ ചുട്ട് കാണിക്കാം. പൊന്തി വന്ന മാവിലേക്ക് നമുക്ക് ഉപ്പൊഴിച്ച് നല്ലപോലെ ഇളക്കി ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. എനിക്ക് ദോശത്തവയിൽ ദോശ ചുടുന്നതിനേക്കാളും ദോശക്കല്ലിൽ ദോശ ചുടുന്നതാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കോ? ഇനി വലുതായിട്ടോ ചെറുതായിട്ടോ പരത്തിയോ പരത്താതെയോ എങ്ങനെ വേണമെങ്കിലും ദോശ ചുട്ടെടുക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ദോശ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബായ്.